ഹലോ ഗൈസ്, നമുക്കിന്നൊരു പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യമേ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഈസ്റ്റും പഞ്ചസാര ഇടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ഇടാനുള്ള ഇതിന് എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് പഞ്ചസാര കവറിൽ നിന്ന് കുറച്ചങ്ങ് കൂടുതലായിട്ട് തട്ടിപ്പോയി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം എന്നെ അങ്ങ് കലക്കി അതിലോട്ട് തന്നെ മാവങ്ങ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 1 ഗ്ലാസ് മാവ് ഇടാൻ ഇറങ്ങിയ ഞാൻ പിന്നെ അവസാനം ഈ പഞ്ചസാര കൂടിപ്പോയ കാരണം 2 ഗ്ലാസ് മാവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവ് ഒഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ നിന്ന് മാവിനൊരു വടയൊരു ഷേപ്പ് വന്നത്. അതെങ്ങനെയാണ് ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നിങ്ങളെ കണ്ടു. പിന്നെ ചിക്കനൊക്കെ എടുത്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വറ്റലുളവ് ചില്ലി ഫ്ലേക്സ് ആക്കാൻ നോക്കിയത് ജാറിലുണ്ടായിരുന്ന വെള്ളം കാരണം ചില്ലി ഫ്ലേക്സ് ആയില്ല. പിന്നെ തക്കാളിയൊക്കെ അരച്ച് ആദ്യമേ ഒഴിച്ച് മണ്ടത്തനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ആദ്യം തക്കാളിയും വെളുത്തുള്ളിയും വറ്റലുള്ളതൊക്കെ കുക്കറിൽ വേവിച്ചിട്ടായിരുന്നു മിക്സിയിൽ അടിക്കാറുള്ളത്. ഞാൻ ആദ്യമേ തന്നെ തക്കാളി മിക്സിയിൽ അടിച്ചായിരുന്നു അടുപ്പിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും മതിയാവില്ലെന്ന് കണ്ടിട്ട് പിന്നെ വീണ്ടും തക്കാളി എടുത്ത് മുഴുവനോടെ ഇട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ പിസ്സ സോസ് ഉണ്ടാക്കി റെഡിയാക്കി എടുത്തു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പരിപാടിയായിരുന്നു, ഈ ഫോർക്കിട്ട് മാവിൽ കുത്തുക. പിന്നെ ഈ മാവിൻ്റെ പുറത്തോട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ കടയിൽ നിന്ന് കിട്ടിയത് ഈ ചീസായിരുന്നു. ഇത് എന്തോ നല്ല ബ്രാൻഡഡ് ചീസാണ്, പക്ഷേ മൊസറല്ല ചീസ് പോലത്തെ എല്ലാം തോന്നുന്നു. കാരണം വെന്തിട്ടും നമ്മുടെ ചീസ് വലിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞത്, പിന്നെ ചീസ് അരിഞ്ഞ് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സവാള കൂടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്കും അത് തന്നെയായിരുന്നു, കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിസ്സ റെഡിയായില്ലെങ്കിലും പിസ്സയിൽ നല്ല കട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി വച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടാമെന്ന് വെച്ചപ്പം അത് വലുതായിട്ടൊന്നും ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചു എല്ലാ വീഡിയോയിലും കണ്ട പോലെ സ്ലൈസ് ഇടാമെന്ന്. യൂട്യൂബിൽ കുറേ പേരിങ്ങനെ സ്ലൈസായിരുന്നു മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ സ്ലൈസ് ഇട്ടാണ് അവരൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ എന്തായാലും സ്ലൈസിനെയൊക്കെ ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാത്രവും വെച്ച് ഓവനിലോട്ട് ഇത് വയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പാത്രം അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടാസ്ക് അതിനെ പറ്റി അടപ്പില്ല എന്നതായിരുന്നു. പിന്നെ കിട്ടിയൊരു വലിയ അടപ്പ് എടുത്തിട്ട് കുറച്ച് മൈദമാവൊക്കെ സൈഡിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആവി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോഴും എൻ്റെ പിസ്സ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാത്രമൊക്കെ വെളിയിലെടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നിട്ടില്ല, പിസ്സ എടുത്ത് നേരെ പാനിലോട്ടിട്ട് അവിടെ നിന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് യൂട്യൂബിൽ വീഡിയോസ് ചിലരൊക്കെ ഡയറക്റ്റായിട്ട് പാനിലിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസും ഉണ്ടായിരുന്നു. പിന്നെ പാനിലിട്ടിട്ടും പിസ്സയ്ക്ക് വേവണ ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് സ്റ്റൗക്ക് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മാവിന് പറ്റിയ എന്തോ അപാകതയായിരുന്നു, അതിന് പറ്റുന്ന അത്ര അത് വെന്തിട്ടുണ്ടായിരുന്നു. എന്നാലും എവിടെയോ എന്തോ തകരാറ് പോലെ. എന്തൊക്കെ പറ്റിയ ലാസ്റ്റ് ഇത്രേ ബാക്കിയുള്ളായിരുന്നു.